ഞങ്ങൾ സൂറിലെ ചേച്ചിയുടെ വീട് വരെ പോവാണ് കേട്ടോ. ഞാനും ഉണ്ട്, മറിയമുണ്ട്, അച്ചാച്ചിയുണ്ട്, പിന്നെ അക്കുണ്ട്. അത് വേണ്ട. മറിയമ്മ എവിടെ പോവാ? എവിടെ പോവാ? മറിയമ്മേ എവിടെ പോവാ? ഇന്നു മാഞ്ഞമ്മ കണ്ണൊക്കെ അടച്ചിരിക്കുന്നേ. അവര് പോവാ. നമ്മള് കുഞ്ഞേട്ടായാലും അല്ല. I love you too. അതെ, പോകുന്ന വഴിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ കൊറിയാത്തിലൊക്കെ പോയ സെയിം വഴി തന്നെയാട്ടോ നമ്മൾ പോകുന്നത്. പോകുന്ന വഴി ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും പറ്റത്തില്ല. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. മറിയാമ്മയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴിയാണെങ്കിൽ കുറച്ച് ഇവിടുത്തെ സ്വീറ്റ്സ് വെക്കുന്ന ഇവിടെ തന്നെയുള്ള ഒരു കൊച്ചാണ് കേട്ടോ കണ്ടേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി അവിടുന്ന് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് ഇവിടുത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനമാണ് ഞങ്ങൾ വാങ്ങിച്ചത്. നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ അതിന്. പിന്നെ പോയ വഴിക്കൊരു കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ പോന്നു. പിന്നെ മൂത്ത് ചേച്ചിനെ ഹോസ്പിറ്റലിൽ നിന്ന് പിക്ക് ചെയ്തു കേട്ടോ. കാരണം അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങേണ്ട ടൈം ആയിരുന്നു. അവളെയും കൂട്ടി, അവൾ മുഖം കാണിക്കുന്നില്ല, അവൾക്ക് നാണാന്ന്. പിന്നെയാണെങ്കിൽ വീട്ടിലെത്തി. ഇനി മേലോട്ട് കയറിയാണെങ്കിൽ പോവാണ് കേട്ടോ. പിള്ളേരുടെ അടുത്തേക്ക് പോവാണേ. മറിയുവാണെങ്കിൽ ഒത്തിരി സന്തോഷത്തിലാണ് ചേച്ചീനും ചേട്ടായിനും കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ട് ഏകദേശം ഒരു 10 മണി എടുക്കാറായി. ഞങ്ങൾ എത്തിപ്പോയി, വീട്ടിലെത്താറായപ്പോഴേക്ക്. പിന്നെ ചിക്കൻ മറത്ത ഇതിനകത്ത് കൊണ്ടൊരു സ്പൂൺ ആരും അടിച്ചോണ്ട് പോയി. സാമ്പാർ എടുക്കാം സാല. ടിഷ്യൂ ഉണ്ടാവും. നല്ല സാമ്പാർ ഈ കൊച്ചി ചോറ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ കാണാവേ.